നമസ്കാരം. കേരളത്തിൽ CPM ഒരു സീറ്റും നേടില്ലെന്ന സർവേകൾക്കിടയിൽ ഇതാ BJPയുടെയും മോദിയുടെയും സ്തുതിപാഠകനായ ഫക്രുദ്ദീൻ അലി പറയുന്നത് കേരളത്തിൽ CPM 12 സീറ്റുകൾ വരെ നേടുമെന്നാണ്. ദേശീയ മാധ്യമങ്ങളുടെ സർവേ പ്രകാരം 3 സീറ്റുകൾ BJP നേടുമെന്ന് പറയുന്നെങ്കിലും 2 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. തൃശ്ശൂരും തിരുവനന്തപുരവും BJP ജയിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് ഫക്രുദ്ദീൻ അലി പറയുന്നത്. എന്നാൽ CPMന്റെ കാര്യത്തിൽ ദേശീയ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ CPM 12 സീറ്റുകൾ വരെ നേടുമെന്നാണ് ഫക്രുദ്ദീൻ അലി പറയുന്നത്. ഈ വാർത്ത ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായി എത്തി മോദിയെ എപ്പോഴും പുകഴ്ത്തുന്ന ഫക്രുദ്ദീൻ അലി BJP തീർച്ചയായും അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ എന്നാൽ CPMന്റെ പ്രവചനത്തിൽ തെറ്റുപറ്റിയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. CPM എങ്ങനെ പോയാലും 12 സീറ്റുകൾ വരെ മാക്സിമം നേടാമെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് എല്ലാവരിലും അത്ഭുതമുണ്ടായിരിക്കുന്നതും ചിന്തിക്കുന്നതും. എന്നാൽ CPM ഇതുതന്നെയാണ് മുൻപ് പറഞ്ഞിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പാർട്ടി നടത്തിയ അവലോകനത്തിൽ 12 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ് CPM പറഞ്ഞിരുന്നത്. ഇതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഫക്രുദ്ദീൻ അലിയും പറയുന്നത്. മുസ്ലിം വിഭാഗത്തിന്റെ സപ്പോർട്ട് CPMന് ധാരാളം ഈ ഇലക്ഷനിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഒരു തരത്തിൽ കേരളത്തിൽ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന സംഘടനാ പ്രവർത്തനമാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അതോടൊപ്പം കോൺഗ്രസിന്റെ ഐക്യമില്ലായ്മയും മുന്നണിയിലെ ഐക്യമില്ലായ്മയും ഈ തിരഞ്ഞെടുപ്പിൽ CPMന് ഗുണം ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു വാചകം 12 സീറ്റുകൾ വരെ CPM നേടിയാൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് ചാടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പൊന്നാനിയിൽ ഹംസയുടെ സ്ഥാനാർത്ഥിത്വം CPMനും ഇടതുപക്ഷ പാർട്ടികൾക്കും വലിയ ഉത്തേജനമാണ് കേരളത്തിൽ നൽകിയതെന്നും മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിൽ CPMന് സ്വീകാര്യത നേടിക്കൊടുക്കുവാൻ സമസ്തയിലെ ആളുകൾ മുഖാന്തരം സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ KT ജലീൽ എന്ന ഇപ്പോഴത്തെ CPMകാരൻ മുസ്ലിം ജനവിഭാഗത്തെ CPMനോട് അടുപ്പിക്കുവാൻ വളരെയേറെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.